മൗലവി, ഞാൻ അന്ന് അവിടെ കക്കാട് നേരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് അഫൂന, നിങ്ങൾ വായിച്ച ഊഫൂന്ന് കേട്ടിട്ട് അഫൂന്ന് പഠിച്ചില്ല ഞാൻ. എങ്ങനെ ഞാൻ അഫൂന വായിച്ചത്, നിങ്ങൾ വായിച്ച ഊഫൂന്ന് തെറ്റാ. അപ്പൊ ഊഫ് കേട്ടിട്ട് ഞാൻ ആഫു പഠിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനാണ് ഇത്, എനിക്ക് മനസ്സിലാകും. എനിക്കും അതാ പോയി തിരിയാത്ത പേരോടൊന്ന് പോയിട്ട് പഠിക്ക്, പേരോടെ പോയി പഠിക്ക്. ഭാഷാ ഗ്രന്ഥോ ഹദീസിന്റെ കിതാബൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്ക്. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയോ? മുസ്ലിംമാരോട് ചോദിക്ക്, അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. പ്രിൻസിപ്പാളാന്ന് എറിഞ്ഞ് നടന്നാ പോരാ. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് ശരി തന്നെയാണ്, ഉൾഫൂന്ന് വായിക്കാം. നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നാ പ്രസംഗത്തിലാണ് പറ. ഉൾഫൂന്ന് വായിച്ചത് തെറ്റാണ് ഇനി പറയാൻ ധൈര്യമുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്, ശരിയാ ഞാൻ വായിച്ചത്, ഉൾഫു എന്ന് വായിക്കാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? അൾഫൂനാ വായിക്കേണ്ടത്. എന്നിട്ട് മൂപ്പര് പറയണ അൾഫുല്ലിഹാന ഞാൻ വായിച്ചത്. മൂപ്പരെന്താ വായിച്ചത്? അത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? മൂപ്പര് അൾഫൂനാണോ വായിച്ചത്? അൾഫൂനാണ് മൂപ്പര് വായിച്ചതെങ്കിൽ മൂപ്പര് ഹദീസിൽ വായിക്കുമ്പോ എന്താ വായിക്കേണ്ടത്? വ അൾഫുല്ലിഹാ എന്നാണ് പറയേണ്ടത്. അൾഫാ യുൾഫി യൾഫാ അൾഫാ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ അമ്രായിട്ട് പറയുമ്പോ അൾഫു എന്ന് നിങ്ങൾ പറയുമ്പോ അത് വാവും ചേർത്ത് പറയുമ്പോ അത് നിങ്ങൾ വായിക്കേണ്ടത് വ അൾഫുല്ലിഹാ എന്നാ നിങ്ങൾ വായിക്കേണ്ടത്. പഠിച്ചോ, നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. പോയി പഠിക്ക്, കിതാബ് എടുത്ത് നോക്കി പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. നിങ്ങൾ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണല്ലേ, നിങ്ങൾ വായിച്ചത് മാത്രമാണ് ശരിയല്ലേ എന്നാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവിടെയും നുണയല്ലേ പറഞ്ഞത്? അൾഫു എന്ന് നിങ്ങൾ വായിക്കുമ്പോ വാവ് ചേർത്ത് പറയുമ്പോ വൾഫു എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്തേ വേറെ ആരുമില്ല ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില്? മുസ്ലിയാക്കന്മാരില്ലേ? ഇയാൾ മാത്രമുള്ളൂ പറഞ്ഞ ആരാവരുത്തി? ഇത് കേൾക്കുന്ന ആളുകളില്ലേ? അൾഫു എന്നത് വാവ് ചേർത്ത് കൊണ്ട് പറയുമ്പോ വൾഫൂനാണോ വായിക്കേണ്ടത്? അതോ വ അൾഫു എന്നല്ലേ പറയേണ്ടത്? അതങ്ങനെ വസലിന്റെ ഹംസയായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വൾഫു ആണോ? നിങ്ങൾ അൾഫയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ വൾഫു എന്ന് പറയാൻ പാടില്ല, വ അൾഫു എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് അല്ലാത്ത നിലക്കാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്, അൾഫ എന്നാണ് ഞാൻ വായിച്ചത്, അൾഫുല്ലിഹാ ഞാൻ വായിച്ചത്. അവിടെയും നിങ്ങൾ പറയുന്നത് കളവല്ലേ? അതാ ആ കളവും തൊണ്ടി സഹിതം ഇതാ നിങ്ങൾ പറഞ്ഞ് ചേറ്റുകെട്ടിയില്ലേ? ആ ചേറ്റുകെട്ടിയിൽ നിങ്ങൾ നിറച്ച മാലിന്യവും പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. കേട്ടോളൂ, നിങ്ങൾ എന്താ വായിച്ചത്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണം. വൾഫുല്ലിഹാ അതാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് അൾഫുല്ലിഹാ. വൾഫൂന്ന് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാം അൾഫുല്ലിഹാ. കേട്ടോളി. ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കോളി. പഠിപ്പിക്കുന്നത് അന്നിക്കുസ്സവാരിബ വഅഫുല്ലിഹാ വഅഫുല്ലിഹാ അഫുല്ലിഹാ. നല്ല വായന ഷറായിട്ടുണ്ട്. പേരോടെ പഠിക്ക്, പോയിട്ട് മീസാൻ മുതൽ ഓതി പഠിക്ക്. ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ അല്ലേ? അല്ലേ? പോയിട്ട് നന്നായിട്ട് പോയിട്ട് ജനങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ അടുത്ത് എന്താ സംഭവിച്ചത്. അതുകൊണ്ട് അൾഫു എന്നാണോ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ പറഞ്ഞ നോണ മനസ്സിലാകാൻ നിങ്ങൾ വായിച്ചതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒന്ന് ഒരുമിച്ചൊന്നാണ് കേൾപ്പിച്ചു കൊടുത്തേ. നോണയാണ് മനസ്സിലാകാൻ ജനങ്ങളത് കേൾക്കട്ടെ. രണ്ടും തമ്മിൽ പെട്ടെന്ന് തന്നെ കേൾപ്പിക്കുക. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. കണ്ടോ എന്തിനാ ഈ പണിക്ക് പോണ് പേരോടെ? ഇതൊക്കെ എന്തിനാണ്? അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ പറ്റില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക, ഉൾഫ് വായിക്കാൻ പറ്റൂല്ലേ? കിതാബുകളില്ലേ? ഇല്ലെങ്കിൽ പറ, പഠിപ്പിച്ചു തരാൻ. മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു സ്ഥലത്ത് ഒരു അബദ്ധം വിചാരിച്ചു പറയുമ്പോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് 10 തരും ഞാൻ പണ്ടേ പറയലുണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിക്കോ ഞാൻ പണ്ടേ പറയല. തുടങ്ങിയാണോ? നമുക്കൊന്ന് തുടങ്ങാം. നിങ്ങൾ വായിച്ചോർത്ത് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, പറയേണ്ട വെച്ചിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിന്റെ തെറ്റ് പിടിക്കാൻ അതിനെ നേരം ഉണ്ടാവുള്ളൂ, തീർത്തും തെറ്റാണ്.
തീർത്തും തെറ്റായിട്ട് ഇങ്ങനെ പറയാത്തൊരു മാണിക്കക്കല്ല്. ഓ, എന്ത് സ്നേഹം എന്നോട് തരും, എന്റെ തെറ്റൊന്നും പിടിക്കാതെ അങ്ങനെ തീർത്തും തെറ്റായിട്ട് മൂപ്പര് അവിടെ അങ്ങനെ വെച്ചിരിക്കുക. എന്നാ തുടങ്ങിക്കട്ടോ, അടുത്ത പ്രസംഗം മുതൽക്ക് തുടങ്ങിക്കോ, തെറ്റുകളൊന്ന് പിടിക്കാൻ നമുക്ക്. മാത്രല്ല ഇനി അട്ടിമറി കേൾക്കണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞപ്പോഴാ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചത്, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കണ്ടയോ, മുഖത്ത് നോക്കണ്ടയോ എന്ന് പേരോടിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാ ഞാൻ ചോദിക്കുന്നത്. എന്ത് ഇത് എവിടുന്ന് പഠിച്ചതാ, ഇത് എവിടുന്ന് പഠിച്ചതാ? അത് മൂപ്പരെന്താക്കി, മൂപ്പരതെന്താക്കി നിങ്ങൾ ആദ്യം കേട്ടോളൂ. ഞാൻ അത് പറഞ്ഞിട്ടാണ് എന്നത് ആദ്യം കേൾക്കുക, എന്നിട്ട് മൂപ്പര് എന്തിനെ പറ്റി ആക്കിയെന്നും കേട്ടോളൂ. ഞാൻ ഈ പറയുന്ന വാചകമൊക്കെ അതേപോലെ പറയും കേട്ടോ. റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കണ്ടേ ഒക്കെ പറയുന്നുണ്ട്. പഠിച്ചുപോയി മൂപ്പര്, കേട്ട് പഠിച്ചതാ. ഇനി മൂപ്പര് അതെന്താക്കി മാറ്റിയെന്ന് കേട്ടോളൂ. ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നോക്കണ്ടയോ. ഈ വാചകം എവിടെ കിട്ടിയ, എല്ലാവരും പഠിച്ചു? അതാ മാറ്റം എന്ന് പറയുന്നത്. ഈ വാചകത്തെ പറ്റി ഇത് എവിടുന്ന് കിട്ടിയതാണ് ഞാൻ ചോദിച്ചത്. മുഖത്ത് നോക്കണ്ടേ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? അത് ഇനി മൂപ്പര് എന്നോട് ചോദിക്കാണ്, ഉൾഫുൽ ലിഹാന്ന് കേട്ടിട്ടാ അത് ഞാൻ തെറ്റി വായിച്ചു, എന്നിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് ഇത് എവിടുന്ന് കിട്ടിയതാണ്. എന്നിട്ടാ മൂപ്പര് ചോദിക്കണേ, നിങ്ങളെ ഉൾഫ് കേട്ടിട്ട് ഞാൻ അൾഫ് വായിക്കോന്ന്. അതിനെപ്പറ്റിയാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് അട്ടിമറി നടത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവര് ഈ നിലക്കൊക്കെ തെറ്റുകൾ പിടിക്കുക. എന്താ മൂപ്പര ആവേശം എന്ന് ഞാൻ കുറച്ചേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. മൂപ്പര് ആ കഴിഞ്ഞ CD-യിൽ ഞാനിവിടെ ഈ ഉൾഫ് വായിച്ചതിന് എന്നെ പറ്റി ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. അന്നലൊക്കെ പറഞ്ഞ് കിട്ടിപ്പോയി എന്നുള്ള മൂപ്പര് ചാടിയതാ. എന്നാ ഒന്ന് പഠിക്കുക, അറിയില്ലെങ്കിൽ വേറുള്ളവരോട് ചോദിക്കുക, അവിടെ ഉൾഫ് വായിച്ചാൽ തെറ്റാണോ? അഴഫൂനെ വായിക്കണ്ട്, ഉൾഫു ഏതും വായിക്കുക. എങ്ങനെയാണ് വായിക്കേണ്ടത്? നിങ്ങൾ അഴഫൂനാണെങ്കിൽ പിന്നെ അഴഫൂന പറയേണ്ടത്, വഴഫ് പറയാൻ പാടില്ല. ഞാൻ ഉൾഫ് വായിച്ചത് ശരിയാണ്, അപ്പൊ എനിക്ക് പറയുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് പറ.